നമ്മുടെ എജുസിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ ഏകദേശം 96ഓളം ക്വസ്റ്റ്യൻസ് അല്ലെ 96ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. കൃത്യമായിട്ട് നമ്മുടെ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ടോപ്പ് റാങ്കിൽ എത്താനായിട്ട് കഴിയും. അത് ഞാൻ സന്തോഷം ആദ്യമേ പങ്കുവെച്ചോളട്ടെ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു മാരത്തോൺ റിവിഷനിൽ അതേപടി പറഞ്ഞു പഠിപ്പിച്ചാണല്ലോ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് റിവിഷൻ ഒക്കെ പറയുമ്പോഴത്തേക്കും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതേപടി തന്നെ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു എക്സാം ഇതുപോലെ തന്നെ ഉണ്ടാവും. സോ അതിന് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ് എങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്ത് നമുക്ക് ഒരുപാട് പെയിൻ ഇല്ലാണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാനായിട്ട് കഴിയും. ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എജൂസ് അക്കാഡമി. സോ നമ്മുടെ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാമിനേഷൻ അല്ലേ, സോ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു അനാലിസിസ് കൂടെ പറയാം കേട്ടോ. അതായത് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സാം അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർക്ക് അറിയാം അല്ലെ, നമ്മുടെ എജൂസിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ ഏകദേശം 96ഓളം ക്വസ്റ്റ്യൻസ് അല്ലെ 96ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് കൃത്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അതായത് കൃത്യമായിട്ട് നമ്മുടെ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ടോപ്പ് റാങ്കിൽ എത്താനായിട്ട് കഴിയും. അത് ഞാൻ സന്തോഷം ആദ്യമേ പങ്കുവെച്ചോളട്ടെ. പിന്നെ ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓൺലൈൻ എക്സാം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാം കഴിഞ്ഞതിന്റെ അതേ ദിവസം തന്നെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആകില്ല അല്ലെ. നമുക്ക് ഇന്നലെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ ഒരു പ്രൊവിഷണൽ ആൻസർ കീയും വന്നിരിക്കുന്നത്. സോ ആ പ്രൊവിഷണൽ ആൻസർ കീയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പൊ നോക്കിയേ, നമ്മൾ എക്സാം ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ സിലബസ് അനുസരിച്ചിട്ടുള്ള ടോപ്പിക്സ് കൃത്യമായിട്ട് കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. നമ്മൾ ഇതിന് തൊട്ട് മുന്നേ നടന്ന 2023 നടന്ന അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാമിനേഷൻ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള, അതായത് കംപ്ലീറ്റ് ഈസി എന്നല്ല, കഴിഞ്ഞ എക്സാമിന് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ചോദിച്ചത്. പിന്നെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എടുക്കുമ്പോഴത്തേക്കും റിവിഷൻ ഒക്കെ പറയുമ്പോഴത്തേക്കും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതേപടി തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്റ്റുഡൻസിന് കൃത്യമായിട്ട് അറിയാം അല്ലേ. പിന്നെ നോക്കിയേ, എക്സാമിനേഷന്റെ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിലൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. കാരണം അതിന്റെ വർക്ക് കാര്യങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നോക്കിയേ, കൃത്യമായിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജിയോട് കൂടി കൃത്യമായിട്ടുള്ള പ്ലാനുകൾ നമ്മൾ പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും അല്ലേ. സോ ഇതിൽ 1-2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഉള്ളത്, നമ്മൾ ഓടി വന്ന് പെട്ടെന്നൊരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പരിമിതികൾ ഉണ്ടാവില്ല. നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇൻഡെപ്തിൽ തന്നെ കുറച്ച് സമയം എടുത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ ഇങ്ങനെയുള്ള എക്സാംസ്, അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് പോലെയുള്ള ഹയർ ലെവൽ എക്സാംസ് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ അനാലിസിസിലേക്ക് പോകാമേ. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആദ്യത്തെ ക്വസ്റ്റ്യൻ, നഴ്സ് ഷുഡ് ഒബ്സർവ് ദ ക്ലയന്റ് ഓൺ ആന്റികോയാഗുലൻസ് ഫോർ അല്ലേ. അപ്പം ആന്റികോയാഗുലൻസ് എടുക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ നഴ്സ് എന്താണ് ഒബ്സർവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം യൂഷ്വലി അവിടെ ബ്ലീഡിംഗ് ആണ് വരിക അല്ലെ. അപ്പം ഇവിടെയും കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി അല്ലെ. ഓപ്ഷൻ ബി എപ്പിസ്റ്റാക്സിസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. നമ്മുടെ പ്രൊഫഷണൽ ആൻസറിലും അത് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ നോക്കിയാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻസ് ഓഫ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഇസ് അല്ലെ. ഇതൊക്കെ ക്ലാസ്സിൽ അതേപടി തന്നെ പറഞ്ഞു പഠിപ്പിച്ച കാര്യമാണ് അല്ലേ. നോക്കിയാൽ മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ഓഫ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ ഓപ്ഷൻ സി കാർഡിയാക് ഡിസ്റിത്മിയ അല്ലെങ്കിൽ കാർഡിയാക് അരിത്മിയ ആണ് മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ഓഫ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുക. പിന്നെ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയാൽ വിച്ച് ദ ഫോളോയിങ് പൊസിഷൻ ഇസ് കറക്റ്റ് ടു വാലുവേറ്റ് ദ അപ്പിക്കൽ ഹാർട്ട് റേറ്റ് ഓഫ് ദ പേഷ്യന്റ് അല്ലേ. നമ്മൾ ഇതേപടി തന്നെ അല്ലേ അപ്പിക്കൽ ഹാർട്ട് റേറ്റ്, ഹാർട്ടിന്റെ ബേസ് ഒക്കെ നമ്മൾ പഠിച്ചു പോയത്, നമ്മൾ പറഞ്ഞു പോയ കാര്യമാണ്. കൃത്യമായിട്ട് അതേപടി തന്നെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് അല്ലേ. എന്താണ്? 5th ഇന്റർകോസ്റ്റൽ സ്പേസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ മിഡ് ക്ലാവിക്കുലർ ലൈൻ ആണ് നമ്മുടെ അപ്പിക്കൽ ഹാർട്ട് റേറ്റിന്റെ പൊസിഷൻ ആയിട്ട് വരിക കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മൾ ക്ലാസ്സുകളിൽ ചെയ്യും കേട്ടോ. അതായത് ഓരോ ഇതിനെ ഇടകീറിയുള്ള പരിശോധന അല്ലെ, ഓരോ ഓപ്ഷൻസ് വെച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇത് ക്യുക്കായിട്ട് നമ്മുടെ ഒരു ആൻസർ കീ ഡിസ്കസ് ചെയ്യുന്നു. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക്, അതായത് പ്രൊഫഷണൽ ആൻസർ കീ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടായിരിക്കും പോവുക കേട്ടോ. ഓക്കെ, ആഫ്റ്റർ സ്പൈനൽ അനസ്തേഷ്യ ദ നഴ്സ് വിൽ പൊസിഷൻ ഇൻ ദ ക്ലയന്റ് അല്ലെ. ഈ സ്പൈനൽ അനസ്തേഷ്യ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നഴ്സ് എങ്ങനെയാണ് പേഷ്യന്റിനെ പൊസിഷൻ ചെയ്യേണ്ടത്, പലർക്കൊക്കെ പലതരത്തിലുള്ള ഡൗട്ട് വന്നിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരിക ഇത് തന്നെയാണ് കേട്ടോ. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ സി ആണ്, അതായത് സ്ലൈറ്റ് ട്രെൻലൻബർഗ് പൊസിഷൻ ആണ് വരിക. അപ്പം ഞാൻ എന്റെ റീസൺ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇതിൽ സാധാരണ ഡൗട്ട് തോന്നുന്നത് ഓപ്ഷൻ ഡി യുമായിട്ടാണ്, ഓൺ ഹിസ് ബാക്ക് ഓർ സൈഡ് ഹെഡ് റൈസ്ഡ്. അപ്പൊ നോക്കിയേ, ബാക്ക് നമുക്ക് വേണമെങ്കിൽ എടുക്കാമായിരുന്നു, പക്ഷെ നോക്കിയേ ഓൺ ഹിസ് ബാക്ക് ഓർ സൈഡ് പറയുന്നുണ്ട്. അത് കൂടാതെ നോക്കിയാൽ എന്താ ഹെഡ് റൈസ്ഡ് കൂടെ പറയുന്നുണ്ട് അല്ലെ. ഒരിക്കലും നമ്മൾ ഒരു സ്പൈനൽ അനസ്തേഷ്യ കഴിഞ്ഞാൽ ഹെഡ് റൈസ് ചെയ്യാൻ യൂഷ്വലി നമ്മൾ പറയാറില്ല അല്ലെ. അതേസമയം നോക്കിയാൽ ഈ പറയുന്ന ഒരു ട്രെൻലൻബർഗ് പൊസിഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ യൂഷ്വലി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, OT-യിലൊക്കെ നിങ്ങൾക്ക് പോസ്റ്റിംഗ് സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. സ്പൈനൽ അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പേഷ്യനെ സ്ട്രൈറ്റ് ആയിട്ട് കിടത്തും, എന്നിട്ട് സ്ലൈറ്റ് ആയിട്ടൊന്ന് പിന്നെ എന്താ നമ്മുടെ ലെഗ് സൈഡ് അല്ലെ ഫൂട്ടിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് എലിവേറ്റ് ചെയ്യും. എന്തിനാണ്? 2 കാര്യങ്ങളാണ് അവിടെ പറയുക. ഒന്ന്, ഈ പറയുന്ന സ്പൈനൽ അനസ്തേഷ്യ അല്ലെങ്കിൽ ലംബാർ പങ്ക്ചർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു സുപ്പൈൻ
പോർഫൈൻ അല്ലെങ്കിൽ ഒരു ഹൈപ്പോടെൻഷൻ അല്ലെ, ഹൈപ്പോടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഹൈപ്പോടെൻഷന്റെ സാധ്യത കുറയ്ക്കാനായിട്ട് നമ്മൾ കൂട്ടന്റെ ചെറുതായിട്ട് എലിവേറ്റ് ചെയ്തെടുക്കും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ അനസ്തീഷ്യ ഈ പറയുന്ന അനസ്തെറ്റിക് ഡ്രഗ്സ് ഒക്കെ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇഫക്റ്റ് കൃത്യമായിട്ട് നമ്മുടെ സർജിക്കൽ ഏരിയ, എസ്പെഷ്യലി ഇപ്പം അബ്ഡോമിനൽ ഏരിയ ഒക്കെയാണ് നമ്മൾ സർജറി ചെയ്യുക, അതായത് ലോവർ അബ്ഡോമൻ സിസേറിയൻ പോലുള്ള സർജറി ഒക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പെട്ടെന്ന് ഒരു അനസ്തെറ്റിക് ഇഫക്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഈ ഫൂട്ടിനെ എലിവേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഇവിടെയും ഓപ്ഷൻ സി ആണ് ഇവിടെയും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ നോക്കിയാൽ ഇതുപോലെ ഡൗട്ട് ഉള്ള കാര്യങ്ങൾ ഒന്ന് അതിന്റെ റീസൺ ഇവിടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ പോവാം കേട്ടോ. നോക്കിയാൽ നെക്സ്റ്റ് ക്വസ്റ്റൻ, ഫോളോയിങ് ദ എക്സ്റ്റെൻസീവ് സർജറി ഇറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ നഴ്സ് ടു ഒബ്സർവ് ദ ക്ലയന്റ് ഫോർ ദ ഡിപ്ലീഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രോലൈറ്റ് അല്ലേ, ഏത് ഇലക്ട്രോലൈറ്റിന്റെ ഡിപ്ലീഷൻ ആണ് ഒരു മേജർ ആയിട്ടുള്ള ഒരു എക്സ്റ്റെൻസീവ് സർജറി കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടത് അല്ലേ. യൂഷ്വലി കണ്ടമാൻ സെൽ ഡെത്ത് കാര്യങ്ങളൊക്കെ അവിടെ വരും, സെൽ ഡെത്ത് അല്ല സെൽ ലൈസിസ് യൂഷ്വലി വരാറുണ്ട് അല്ലേ. നമ്മൾ ഈ പറഞ്ഞ എക്സ്റ്റെൻസീവ് സർജറി ഒക്കെ ആകുമ്പോഴത്തേക്ക് കൂടുതൽ ഡ്യൂറേഷനുള്ള സർജറി ആയിരിക്കും. അപ്പോൾ അവിടെ പൊട്ടാസ്യം ഡിപ്ലീഷൻ ആണ് യൂഷ്വലി കൂടുതലായിട്ട് വരിക അല്ലേ. അപ്പം ഓപ്ഷൻ ഡി പൊട്ടാസ്യം ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇത് നോക്കിയാൽ നെക്സ്റ്റ്, ഇഫ് ദ IV ഇൻഫ്യൂഷൻ ഇസ് ഇൻഫിൽട്രേറ്റഡ് ഇൻ ദ ക്ലയന്റ് ദ നേഴ്സ് ഷുഡ് ഫസ്റ്റ് അല്ലേ. നോക്കിയാൽ ഇവിടെ നമ്മൾ ഒരു പേഷ്യന്റ് IV ഇൻഫ്യൂഷൻ പോവുകയാണ്, അവിടെ ഇൻഫിൽട്രേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം നേഴ്സ് ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ യൂഷ്വലി ആ ഒരു പ്രാക്ടിക്കൽ സിനാരി വെച്ച് നോക്കിയാൽ മതി, നമ്മൾ യൂഷ്വലി പോയിട്ട് ആ ഇൻഫ്യൂഷൻ അങ്ങോട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെയും ഓപ്ഷൻ ബി കേട്ടോ, ഓപ്ഷൻ ബി ഡിസ്കണ്ടിന്യൂ ദ ഇൻഫ്യൂഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ ക്ലയന്റ് ഹാസ് congestive heart failure, which of the following blood chemistry result is expected to be elevated കേട്ടോ. അതായത് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലർ ഉള്ള ഒരു പേഷ്യന് ഏത് എന്താ ബ്ലഡ് അല്ലെങ്കിൽ റിസൾട്ട് ആയിരിക്കും, ബ്ലഡ് കെമിസ്ട്രി റിസൾട്ട് ആയിരിക്കും എലിവേറ്റ് ചെയ്ത് വരിക? അമോണിയ, ആൽബുമിൻ, LDH-CK അല്ലെ. നമ്മൾ യൂഷ്വലി അതിന്റെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇതാണ് സ്പെസിഫിക് ആയിട്ട് BNP ആണ്, പക്ഷേ BNP നമുക്ക് ഇവിടെ ഓപ്ഷനിൽ വരുന്നില്ല. അപ്പോൾ ഇതാണ് LDH ആണ് കേട്ടോ. LDH ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി അല്ലെ, LDH ആണ് യൂഷ്വലി എലിവേറ്റ് ചെയ്ത് വരിക. പിന്നെ നെക്സ്റ്റ്, എ ക്ലയന്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇത് യൂഷ്വലി എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടായ ഒരു ചോദ്യമാണ്. നോക്കി, ക്ലയന്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് അൺകോമ്പൻസേറ്റഡ് അസിഡോസിസ്. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പേഷ്യന്റ് അസിഡോസിസ് ആണ്. പിന്നെയും പറയുന്നുണ്ട് എന്താ അൺകോമ്പൻസേറ്റഡ് ആണ് അല്ലേ. ഇതിന്റെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയതാണ് അല്ലേ. നോക്കിയാൽ ദ നഴ്സ് ഷുഡ് എക്സ്പെക്ട് ദ ആർട്ടീരിയൽ ബ്ലഡ് pH ടു ബി അപ്രോക്സിമേറ്റ്ലി. നോക്കിയേ ഇവിടെ പറയുന്നുണ്ട് ഒരു മനുഷ്യന് അല്ലെ, ഒരു പേഷ്യന്റ് ആണ്, സ്റ്റേറ്റ് ഓഫ് അൺകോമ്പൻസേറ്റഡ് അസിഡോസിസ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആർട്ടീരിയൽ ബ്ലഡിന്റെ pH എങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക? അപ്പം ഇവിടെ കൃത്യമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് 7.35 to 7.45 ആണ് ഒരു കോമ്പൻസേറ്റഡ്. ഇപ്പൊ സപ്പോസ് ഒക്കെ ഇപ്പൊ നമ്മുടെയൊക്കെ നോർമൽ, ഇപ്പം നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് നമ്മളിരിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് pH നോക്കിയാൽ അത് 7.4 ആയിരിക്കും യൂഷ്വലി വരും കേട്ടോ. അപ്പോൾ പക്ഷേ ഒരു റേഞ്ച് പറഞ്ഞാൽ 7.35 to 45 വരും. അപ്പോൾ അത് കോമ്പൻസേറ്റ് ആണെങ്കിൽ യൂഷ്വലി പറയുന്ന 7.35 7.45 ഇടയിലായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷൻ അങ്ങനെ തന്നെ എക്സ്ക്ലൂഡ് ചെയ്യാം, കാരണം ഇതൊരു കോമ്പൻസേറ്റഡ് ആസിഡോസിന്റെ ഒരു ലക്ഷണമാണ് അല്ലെ. അപ്പൊ 7.45 അല്ല. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമനിൽ പോസിബിൾ ആയിട്ടുള്ള pHന്റെ ഓൾട്രേഷൻ ആണ്. അപ്പൊ നമുക്കറിയാം ഹ്യൂമനിൽ യൂഷ്വലി നോക്കിയാൽ ഒരു 7 മുകളിലാണ് നമ്മൾ ഹ്യൂമനിലെ എവിടെ ബ്ലഡ് pH കേട്ടോ. ഹ്യൂമനിലെ ബ്ലഡ് pH നമ്മൾ യൂഷ്വലി 7 മുകളിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ബി 7.2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഒരുപാട് പേര് 6.9 എഴുതിയിട്ടുണ്ടാകും, പക്ഷെ അത് നമ്മുടെ ബ്ലഡിന്റെ pH 6.9 വരില്ല കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റൊമക്കിന്റെ ഒക്കെ pH നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മേ ബി അത് അറൗണ്ട് 4 ഒക്കെ വരാം അല്ലെ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക എന്താണ്? ബ്ലഡിന്റെ pH വരിക 7.2 കേട്ടോ. ഓപ്ഷൻ ബി 7.2. അപ്പം നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഈ പറയുന്ന നമ്മുടെ ഹേബേജിൽ നിന്ന് അല്ലെ, ഹേബേജിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമെന്ന് പറയുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് അല്ലെ. നമുക്ക് നന്നായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് കൃത്യമായി എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇവിടെ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ഓൾ എക്സെപ്റ്റ് കേട്ടോ. തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷനിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു മാരത്തോൺ റിവിഷനിൽ അതേപടി പറഞ്ഞ് പഠിപ്പിച്ചാണല്ലോ. തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അതേപടി പറഞ്ഞ് പഠിപ്പിച്ചാണ്. തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ഓൾ എക്സെപ്റ്റ്. ഏതാണ് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷനിൽ വരാത്തത്? ഏതാണ്? യെസ്, ഓപ്ഷൻ ഡി അല്ലെ. ഓപ്ഷൻ ഡി പ്രോബിംഗ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി പ്രോബിംഗ് ആണ് നമ്മുടെ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷനിൽ കേട്ടോ. തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷനിൽ വരാത്തത് ഓപ്ഷൻ ഡി പ്രോബിംഗ് ആണെന്ന് ഓർക്കാം. പിന്നെ നെക്സ്റ്റ് ഡയറ്റ് ഫോർ എൽഡർലി ഷുഡ് ഇൻക്ലൂഡ് അല്ലെ. വളരെ സിമ്പിൾ ആണ് അല്ലെ, ഒരുപാടൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. എൽഡർലിക്ക് നമ്മൾ കൊടുക്കുന്ന ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്മൾ ഹൈ ഫൈബർ ഡയറ്റ് ആയിരിക്കും അല്ലെ, ഹൈ ഫൈബർ ഡയറ്റ് ആയിരിക്കും കൊടുക്കുക. അതുകൂടാതെ ബാലൻസ്ഡ് ആയിട്ടുള്ള ലോ സോൾട്ട് ഡയറ്റ് അല്ലെ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക, കാരണം ഇവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പിന്നെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ലോ സോൾട്ട് ആണ്, അതേസമയം ഹൈ ഫൈബർ ഡയറ്റ് ആണ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുക. ക്ലിയർ? പിന്നെ എക്സാമ്പിൾ ഓഫ് ഹിഞ്ച് ജോയിന്റ്, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ അല്ലെ? ഇത് ഉറപ്പായിട്ട് ചോദിക്കുന്ന
പറഞ്ഞിട്ട് കോഡൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചല്ലേ ഹിഞ്ച് ജോയിന്റ് അല്ലെ എന്താണ് ആൻസർ വരിക യെസ് ഓപ്ഷൻ സി അല്ലെ ഓപ്ഷൻ സി എൽബോ ജോയിന്റിന് ഹിഞ്ച് ജോയിന്റിന് എക്സാമ്പിൾ ആണ് ഈ തന്നിരിക്കുന്നതിൽ നമ്മുടെ ഓപ്ഷൻ സി എൽബോ ജോയിന്റ് അല്ലെ എൽബോ ജോയിന്റ്. ഇവിടെ നോക്കിയാൽ ഹസൽസ് കോർപ്പസൽസ് അല്ലെ ഹസൽസ് കോർപ്പസൽസ് എവിടെയാണ് കാണുക ഹസൽസ് കോർപ്പസൽസ് കാണുക നമ്മുടെ ഓപ്ഷൻ ഡി തൈമസ് അല്ലെ തൈമസ് ഗ്ലാൻഡിലാണ് ഈ പറയുന്ന ഹസൽസ് കോർപ്പസൽസ് കാണുക കേട്ടോ. നെക്സ്റ്റ് നോക്കിയാൽ നെക്സ്റ്റ് ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് കൺസിസ്റ്റ് ഓഫ് ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ് അല്ലെ നോക്കിയാൽ ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് നമ്മൾ ലാസ്റ്റ് ആ ഒരു റാപ്പിഡ് റിവിഷൻ എടുത്തപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് കൺസിസ്റ്റ് ഓഫ് ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ് അത് ഒരുപാട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യം ഒന്നുമില്ല ഈ ഓപ്ഷൻസ് കണ്ടാൽ കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം അല്ലെ എന്താണ് എക്സെപ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ കുഫർ സെല്ലാണ് കാരണം കുഫർ സെൽസ് എവിടെ കാണുക നമ്മുടെ ലിവറിലാണ് അല്ലെ ലിവറിലാണ് ഈ പറയുന്ന കുഫർ സെൽസ് കാണുക. നോക്കിയേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ മോസ്റ്റ് ന്യൂമറസ് പാപ്പിലെ പ്രസന്റ് ഇൻ ദ ആന്റീരിയർ 2/3 ഓഫ് ദ ടങ് അതേപോലെ തന്നെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലേ നോക്കിയേ ആന്റീരിയർ 2/3 ഓഫ് ടങ്ങില് കാണുന്ന പാപ്പിലെ ഏതാണ് യെസ് ഓപ്ഷൻ എ ഫിലിഫോം പാപ്പിലെ അല്ലെ ഫിലിഫോം പാപ്പിലെ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇവിടെ നോക്കി നെക്സ്റ്റ് കോസേറ്റീവ് ഏജന്റ് ഓഫ് സ്മോൾ പോക്സ് അല്ലെ അവിടെ യാതൊരു ഡൗട്ടിനും ആവശ്യമില്ല അല്ലെ എന്താണ് കോസേറ്റീവ് ഏജന്റ് ഓഫ് സ്മോൾ പോക്സ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി വേരിയോള വൈറസ് അല്ലെ ഓപ്ഷൻ ഡി വേരിയോള വൈറസ് ആണ് കോസേറ്റീവ് ഏജന്റ് ഓഫ് സ്മോൾ പോക്സ് എന്ന് പറയുക. അപ്പൊ നോക്കിയാൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അനാലിസിസ് എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ APN എക്സാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിരുന്നു പക്ഷെ ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ നോക്കി എല്ലാ ഏരിയാസും കൃത്യമായിട്ട് കവർ ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ സാധാരണ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ പക്ഷേ ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ അതേപടി നമ്മളെ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ നമ്മളെ ബുദ്ധിമുട്ടിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പം വളരെ ഇന്റലിജന്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ നമുക്ക് ടോപ്പ് ആയിട്ടുള്ള റാങ്ക് ഉറപ്പായിട്ട് പിന്നെ എത്തിപ്പെടാനായിട്ട് കഴിയും അല്ലെ നേടാനായിട്ട് കഴിയും കേട്ടോ. പേഷ്യന്റ് വിത്ത് ഹിസ്റ്ററി ഓഫ് സിവിയർ വോമിറ്റിംഗ് ആൻഡ് ഡയറിയ ഹാസ് ബീൻ അഡ്മിറ്റഡ് വിത്ത് കംപ്ലൈൻസ് ഓഫ് ലോവർ limb weakness. Serum potassium is estimated to be 2.5 milliequivalents per liter. Which of the following nursing intervention is most appropriate? അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ പേഷ്യന്റ് സെറം പൊട്ടാസ്യം 2.5 ആണല്ലേ അപ്പം അവിടെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ കാർഡിയാക് മോണിറ്ററിംഗ് ഇനിഷ്യേറ്റ് ചെയ്യുക അല്ലെ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഇനിഷ്യേറ്റ് ദ കാർഡിയാക് മോണിറ്ററിംഗ്. പിന്നെ നോക്കിയാൽ നെക്സ്റ്റ് നമ്മുടെ പോയിസണിങ് എന്നുള്ള ക്വസ്റ്റൻ ആണല്ലേ പോയിസണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കി 38-year-old agricultural worker is admitted to the emergency ward with a history of alleged consumption of pesticide. He presents with excessive salivation and sweating, bradycardia, pulse rate 45 ആണ്, meiosis ഉണ്ട്. Which of the following nursing action is or are appropriate? എന്താണ് ഓക്കെ ഇവിടെ യൂഷ്വലി ഒരു OP പോയിസണിങ്ങിന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം എട്രോപിൻ അല്ലേ ഓപ്ഷൻ ബി നമുക്ക് എട്രോപിൻ കൊടുക്കാം. അതുകൂടാതെ തന്നെ കണ്ടിന്യൂസ് റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് മോണിറ്ററിംഗ് അല്ലേ അപ്പൊ എന്താണ് ഓപ്ഷൻ ബി 2 and 3 അല്ലെ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അല്ലെ. ഇത് നമ്മൾ അതേപടി നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതേപടി ആ ഒരു റാപ്പിഡ് റിവിഷനിൽ കൂടെ പറഞ്ഞ കാര്യമാണ് നോക്കുക കേട്ടോ ക്ലാസ് അറ്റൻഡ് ചെയ്തവരെ. ഇവിടേക്ക് 54-year-old female ഈസ് ഓൺ SIMV മോഡ് അല്ലെ SIMV മോഡ് ഓൺ മെക്കാനിക്കൽ വെന്റിലേഷൻ ഫോളോയിങ് കാർഡിയക് സർജറി. ഓൺ ഒബ്സർവേഷൻ ദ ഹൈ പ്രഷർ അലാം അല്ലെ നോക്കിയാൽ ഹൈ പ്രഷർ അലാം ഓൺ ദ വെന്റിലേറ്റേഴ്സ് സൗണ്ട് റിപ്പീറ്റഡ്ലി. വാട്ട് വുഡ് ബി ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇനീഷ്യൽ ആക്ഷൻ കേട്ടോ ഇവിടെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇനീഷ്യൽ ആക്ഷൻ എന്താണ് ഹൈ പ്രഷർ അലാമാണ് SIMV എന്തായിരിക്കാം നോക്കിയേ എന്താ ഓപ്ഷൻ സി ആണല്ലേ അതായത് യൂഷ്വലി അവിടെ ഒരു എയർവേ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടല്ലേ സോ അത് നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക ഓപ്ഷൻ സി ചെക്ക് ഫോർ എയർവേ ഒബ്സ്ട്രക്ഷൻ ഇൻക്ലൂഡിംഗ് ദ ബ്രോങ്കോസ്പാസം കേട്ടോ. പിന്നെ നോക്കിയാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊക്കെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണല്ലേ അതായത് നോക്കിയാൽ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഇങ്ങനെ ഉണ്ടാകും അസേർഷൻ റീസൺ ആ ഒരു ടൈപ്പിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും എന്ന് പറഞ്ഞാണല്ലേ നോക്കിയാൽ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഹാസ് 2 സ്റ്റേറ്റ്മെന്റ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. നോക്കിയാൽ സ്റ്റേറ്റ്മെന്റ് 1 അല്ലെ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ് ദ കീ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ന്യൂറോജനിക് ഷോക്ക് ആണ് ന്യൂറോജനിക് ഷോക്ക് സ്പൈനൽ ഷോക്ക് അല്ലെ നമ്മൾ ഒരു മൾട്ടിപ്പിൾ ടൈംസ് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും ഈവൻ ആ റിവിഷനിലൊക്കെ കൃത്യമായിട്ട് അതേപടി പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലേ. ഓക്കെ ദ കീ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ന്യൂറോജനിക് ഷോക്ക് ഇൻക്ലൂഡ് ഹൈപ്പോടെൻഷൻ ആൻഡ് ടക്കികാർഡിയ. സ്റ്റേറ്റ്മെന്റ് 2 നോക്കിയേ ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു സഡൻ ലോസ് ഓഫ് സിമ്പത്തറ്റിക് ടോൺ അല്ലെ എന്താണ് ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക നോക്കിയാൽ 2 സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണോ 2 സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഇതാണ് ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഓർക്കുക. ഇവിടെ നമുക്ക് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണല്ലേ അതായത് ഈ ന്യൂറോജനിക് ഷോക്കിൽ ഹൈപ്പോടെൻഷൻ ടക്കികാർഡിയ എന്ന് പറയുന്നത് അവിടെ ഫോൾസ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ് ട്രൂ ആണ് അല്ലെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ നോക്കിയാൽ നെക്സ്റ്റ് 45-year-old woman with CKD chronic kidney disease suddenly collapsed in ICU. She is unresponsive with no pulse. CPR is initiated. The monitor shows ventricular fibrillation. The first shock is delivered. CPR is received, but the rhythm remains ventricular fibrillation. Which of the following action is appropriate? എന്താണ്
അവിടെ നമ്മൾ കൃത്യമായിട്ട് സെക്കൻഡ് ഷോക്ക് ഡെലിവറി ചെയ്യല്ലേ. അപ്പം ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത്. നമ്മൾ ആ ഒരു സിനാരിയോ നമ്മുടെ മനസ്സിലേക്ക് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് കഴിയും. പിന്നെ നോക്കിയാൽ നെക്സ്റ്റ് 36-year-old man undergoes a minimally invasive surgical procedure for the removal of tumors from the pituitary gland. On the second post-operative day, the nurse notices urine output of 600 ml per hour with serum sodium of 150 milliequivalents per liter. Which of the following drug is most appropriate in this condition? എന്താണ്? പേഷ്യന്റ് ഡയബറ്റിസ് ഇൻസിപ്പിറ്റസ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ കൊടുക്കുക? ഓപ്ഷൻ ബി ഡെസ്മോപ്രസിൻ അല്ലെ. നമ്മൾ ഡെസ്മോപ്രസിൻ ആണ് ഇവിടെ ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് വരിക. പിന്നെ നെക്സ്റ്റ്, when assessing the patient with a stroke, the nurse observes that the patient speaks well, but their words do not make sense. It refers to which type of aphasia? എന്താണ് പറയേണ്ടത് അല്ലേ? ഇതൊക്കെ എത്രയോ പ്രാവശ്യം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലേ. എന്താണ്? ഓപ്ഷൻ എ വേർണിക്സ് അഫേസിയ അല്ലെ. വേർണിക്സ് അഫേസിയ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അല്ലെ. നിങ്ങൾ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തവർക്ക് കൃത്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അടുത്ത കാർഡിയോളജി എന്നുള്ള ക്വസ്റ്റൻ ആണ്. Which of the following statement indicate the nurse has the right understanding of the drug digoxin while explaining its action to the patient? എന്താണ്? യെസ്, ഓപ്ഷൻ ഡി ആണ്. ഇവിടെ ഒരുപാട് ആലോചിക്കേണ്ട കാര്യമില്ല. ഡിജോക്സിൻ എന്ത് ചെയ്യുന്നു? ഹാർട്ട് മസിലിന്റെ കൺട്രാക്ടിലിറ്റി അല്ലെ, ഹാർട്ട് മസിലിന്റെ കൺട്രാക്ടിലിറ്റി ഡിജോക്സിന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ 26-year-old male admitted with a chest wall injury. He has been on chest drainage for hemopneumothorax and nurse notices no tidling or bubbling in the വാട്ടർ സീൽ അല്ലെ, അണ്ടർ വാട്ടർ സീൽ. വിച്ച് ദ ഫോളോയിങ് നഴ്സിംഗ് ആക്ഷൻ ഈസ് നോക്കിയേ നോട്ട് അപ്രോപ്രിയേറ്റ് കേട്ടോ. ആ ഒരു സ്ട്രെസ്സിലൊക്കെ ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞാൽ മേ ബി ഇത് നഴ്സിംഗ് ആക്ഷൻ ഈസ് അപ്രോപ്രിയേറ്റ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ നോട്ട് അപ്രോപ്രിയേറ്റ് ആണ്. സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് വായിച്ചാൽ കിട്ടും. എന്താണ്? ഓപ്ഷൻ ആണ് ക്ലാമ്പ് ആൻഡ് മിൽക്ക് ദ ചെസ്റ്റ് ട്യൂബ് ടു റീസ്റ്റോർ ടൈഡലിംഗ് അല്ലേ. നമ്മൾ ഒരിക്കലും ക്ലാമ്പ് ചെയ്യാറില്ല, മിൽക്ക് ചെയ്യാറില്ല ഈ പറയുന്ന ചെസ്റ്റ് ട്യൂബിനെ എന്ന് ഓർത്തിരിക്കുക. അപ്പം ചെസ്റ്റ് ഡ്രെയിനേജ് നമ്മൾ ഒരുപാട് അത്യാവശ്യം ലാസ്റ്റ് ആ ഒരു മാരത്തോണിലൊക്കെ നമ്മൾ അത് കൃത്യമായിട്ട് നമ്മൾ ഒരുപാട് സ്ട്രെസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലേ. നോക്കിയേ നെക്സ്റ്റ്, 23-year-old female is admitted to the neurology ward with a known case of seizure for 5 years. The patient reports to the nurse that she experiences flickering light and blurry vision. Which of the following nursing action is appropriate? എന്താണിത്? ഓൾറെഡി നോൺ കേസ് ആണ്, സീച്ചർ ഡിസോർഡർ അല്ലെ. അപ്പൊ പേഷ്യന്റ് ഓറയാണ് പറയുക അല്ലെ. ഓറയാണെങ്കിൽ എന്താണ്? അവിടെ സീച്ചർ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ പേഷ്യന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യുക അല്ലെ. അപ്പൊ എന്താണ്? ഓപ്ഷൻ ഡി, മേക്ക് ദ പേഷ്യന്റ് ലൈ ഡൗൺ ഓൺ ദ ബെഡ് ഇൻ ലാറ്ററൽ സൈഡ് വിത്ത് ഹെഡ് റൈസ്ഡ് അല്ലെ, അല്ലെങ്കിൽ ഹെഡ് സപ്പോർട്ട് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ആൻസർ കറക്റ്റ് ആകിയത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ കോമൺ സ്പോർ ഫോമിംഗ് ബാക്ടീരിയ that has increased potential for nosocomial infection അല്ലെ. നോസോകോമൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സ്പോർ ഫോമിംഗ് ആയിട്ടുള്ള കോമൺ ബാക്ടീരിയ ഇതാണ്. യെസ്, ഓപ്ഷൻ ബി ക്ലോസ്ട്രീഡിയം ഡിഫിസിൽ അല്ലെ. ഓപ്ഷൻ ബി ക്ലോസ്ട്രീഡിയം ഡിഫിസിലാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ നോക്കിയാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് അസേർഷൻ, റീസൺ, സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ അപ്രോപ്രിയറ്റ് അല്ലെ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ വായിക്കണം, എങ്ങനെ ആൻസറിലേക്ക് പോകണം എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ലൈവിൽ. ഓർക്കുന്നുണ്ടാവുമല്ലോ. ഓക്കെ, ഹൈപ്പോകലേമിയ മേ ഡെവലപ്പ് ഡ്യൂറിംഗ് റിക്കവറി ഫേസ് ഓഫ് ബേർഡ്സ്. This occurs because as cell membrane integrity is restored during this phase, potassium shift from extracellular fluid back into the intracellular compartment അല്ലേ. അപ്പൊ എന്താണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? അതെ, ഓപ്ഷൻ എ തന്നെയാണ്. അസേർഷനും റീസണും ട്രൂ തന്നെയാണ്. അവിടെ റീസൺ എന്ന് പറഞ്ഞാൽ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ അല്ലേ. അപ്പൊ ഇത് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ്. പിന്നെ നോക്കിയേ, ഇത് വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ അല്ലെ. വെഞ്ചുറി മാസ്ക് വിത്ത് യെല്ലോ കളർ വാൽവ് വിത്ത് ഓക്സിജൻ ഫ്ലോ റേറ്റ് ഓഫ് 8 liter per minute ഡെലിവേഴ്സ് വാട്ട് പെർസെന്റേജ് ഓഫ് FiO2? ഏതാണ്? യെസ്, ഓപ്ഷൻ ഡി 35% അല്ലെ. 35% ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സ്ട്രൈറ്റ് ആയിട്ടുള്ള അല്ലെ, നേരിട്ടുള്ള ചോദ്യമാണ്. പിന്നെ നെക്സ്റ്റ് നോക്കിയാൽ, while initiating blood transfusion for a patient with anemia, all of the following nursing actions are considered appropriate except. എന്താണ് നോക്കിയേ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുമ്പോഴത്തേക്ക് എന്താണ് ഇവിടെ നമ്മൾ നഴ്സിംഗ് ആക്ഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാത്തത് അല്ലെ. നമ്മൾ ഇനിഷ്യലി നോക്കിയേ 50 ml per minute നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് 5 minutes നമ്മൾ കൊടുക്കാറില്ല അല്ലെ. ബാക്കിയൊക്കെ എല്ലാം കറക്റ്റ് ആയിട്ടാണ് വരിക. പക്ഷെ ഇവിടെ അപ്രോപ്രിയേറ്റ് എക്സെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനിഷ്യലി സ്ലോ എന്താ ഇൻഫ്യൂഷൻ അല്ലെ, സ്ലോ റേറ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ 54-year-old man admitted with the Addisonian crisis അല്ലെ. എന്താണ് Addisonian crisis? Which of the following clinical manifestations must the nurse attend to immediately? എന്താണ് Addisonian crisis ആണ്? Addisonian crisis എന്ന് പറയുമ്പോൾ അവിടെ കോർട്ടിസോൾ അല്ലെ, കോർട്ടിസോൾ കുറഞ്ഞിട്ടാണ് വരിക. അപ്പൊ യൂഷ്വലി ഇവിടെ ഓപ്ഷൻ ബി ആണ് റാപ്പിഡ് ആൻഡ് വീക്ക് പൾസ് അല്ലെ. ഓപ്ഷൻ ബി റാപ്പിഡ് ആൻഡ് വീക്ക് പൾസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ നെക്സ്റ്റ്, a teacher who believes education should transmit
എസ്റ്റാബ്ലിഷ്ഡ് കൾച്ചറൽ ആൻഡ് മോറൽ വാല്യൂസ് ഈസ് മോസ്റ്റ് അലൈൻഡ് വിത്ത്. എന്താണ് നമ്മൾ ഫിലോസഫി പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞാണല്ലേ, എന്താണ് ഓപ്ഷൻ എ ആണല്ലേ, പെരനിയലിസം കേട്ടോ. പെരനിയലിസം ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. പെരനിയലിസം ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ നോക്കിയാൽ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഇൻ ബ്ലൂംസ് ടാക്സോണമി, എത്രയോ പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണല്ലേ ഇത്. നോക്കിയാൽ ബ്ലൂംസ് ടാക്സോണമി വിച്ച് among the given objectives represent highest cognitive level. ഹയസ്റ്റ് കോഗ്നിറ്റീവ് ലെവൽ ഏതാണ്? യെസ്, എന്താണ് ഓപ്ഷൻ സി ആണല്ലേ. ഓപ്ഷൻ സി, ഇവാലുവേറ്റ് അല്ലെ, ഇവാലുവേറ്റ് ഇഫക്റ്റീവ്നെസ് ഓഫ് എ വാർഡ് പോളിസി. ഇതാണ് ബ്ലൂംസിന്റെ ഹയസ്റ്റ് അല്ലെ കോഗ്നിറ്റീവ് ലെവലിൽ വരുന്ന കാര്യം എന്ന് പറയുക. പിന്നെ in outcome based nursing education the most defensible assessment strategy is one that primarily evaluates അല്ലേ. നോക്കിയാൽ ഇവിടെ മോസ്റ്റ് ഡിഫെൻസിബിൾ ആയിട്ടുള്ള അസസ്മെന്റ് സ്ട്രാറ്റജി എന്ത് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഓപ്ഷൻ സി, ഡെമോൺസ്ട്രബിൾ കോമ്പീറ്റൻസ് അഗൈൻസ്റ്റ് പ്രീ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ് ആണ് ഇവിടെ കറക്റ്റ് ഔട്ട്കംസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ നോക്കിയാൽ നെക്സ്റ്റ് 34 അല്ലെ, ഓസ്കി ഓസ്ലർ ഒക്കെ നമ്മളെ ക്ലാസ്സിൽ മൾട്ടിപ്പിൾ ടൈംസ് പറഞ്ഞാണ് അല്ലെ. ഓസ്കി സ്റ്റുഡൻസ് റൊട്ടേറ്റ് ത്രൂ സ്റ്റേഷൻസ് ടെസ്റ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സൈക്കോമോട്ടർ സ്കിൽ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ദിസ് അസസ്മെന്റ് പ്രൈമർലി എൻഷുവേഴ്സ് അല്ലെ. നമ്മൾ കൃത്യമായിട്ട് ഇതേപടി തന്നെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് അല്ലെ. എന്താണ് ഇവിടെ എന്താ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ബി ആണ് അല്ലെ, റിലയബിലിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി അല്ലെ. ഒബ്ജക്ടിവിറ്റി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. Student learns skill more effectively after immediate feedback following each attempt during simulation. The best reflects this best reflects which law of learning അല്ലേ. ഇത് ഏത് law of learning ആണ് വരിക? നമ്മൾ പഠിച്ചു ലോസ്, റെഡിനെസ്, പ്രൈമസി, അതുപോലെ എക്സസൈസ്, ഇഫക്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇവിടെ എന്താ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ലോ ഓഫ് റെഡിനെസ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് നടക്കുക, നമ്മൾ സ്റ്റുഡന്റ് പഠിക്കാൻ തയ്യാറായിരിക്കുമ്പോഴത്തേക്കാണ് ലോ ഓഫ് റെഡിനെസ് വരിക അല്ലെ. പിന്നെ ലോ ഓഫ് പ്രൈമസി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണോ പഠിക്കുക അത് നമ്മൾ ഓർത്തിരിക്കും അല്ലെ. ലോ ഓഫ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കും. പിന്നെ ലോ ഓഫ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം അല്ലെ. എന്താണ്? നമുക്ക് ഇമീഡിയറ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കൂടുതലായിട്ട് കൃത്യമായിട്ട് പഠിക്കാനും ഓർത്തിരിക്കാനും പറ്റും. അതാണ് ഈ പറഞ്ഞ ലോ ഓഫ് എഫക്റ്റിൽ വരിക. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ ഇൻ കരിക്കുലം ഡെവലപ്മെന്റ് ഡിസിഷൻ ടു അലൈൻ കോഴ്സ് ഔട്ട്കം, ടീച്ചിങ്, learning activities and assessment methods so that they all target the same competency is best described as. ഏതാണ്? യെസ്, ഇവിടെ ഓപ്ഷൻ ബി ആണ് കൺസ്ട്രക്റ്റീവ് അലൈൻമെന്റ് അല്ലെ. ഓപ്ഷൻ ബി കൺസ്ട്രക്റ്റീവ് അലൈൻമെന്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ നോക്കിയാൽ നെക്സ്റ്റ്, ഇൻ കോഴ്സ് പ്ലാനിങ് വിച്ച് സീക്വൻസ് ഇസ് മോസ്റ്റ് ലോജിക്കലി അപ്രോപ്രിയേറ്റ് അല്ലെ. വളരെ സിമ്പിൾ ആണ് അല്ലെ. ഇവിടെ എന്താണ്? ഓപ്ഷൻ എ ആണ് ഒബ്ജക്റ്റീവ്, കണ്ടന്റ്, ലേണിംഗ് എക്സ്പീരിയൻസ്, ഇവാലുവേഷൻ അല്ലെ. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ നോക്കിയാൽ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ. ഫാക്കൽറ്റി മെമ്പർ യൂസ് ആസ് എ സ്ട്രക്ചേർഡ് പേഷ്യന്റ് സിനാരിയോ, gives learners pre-defined roles and later conducts debriefing. Which teaching method is being used? എന്താണ്? യെസ്, ഓപ്ഷൻ ഡി ആണ് റോൾ പ്ലേ അല്ലെ. ഇതൊക്കെ മൾട്ടിപ്പിൾ ടൈംസ് ക്ലാസ്സിൽ പറഞ്ഞു, റിവിഷൻസിൽ പറഞ്ഞു, ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ പറഞ്ഞു അല്ലെ. നമ്മുടെ റിവിഷനിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഓപ്ഷൻ ഡി റോൾ പ്ലേ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇവിടെ എ റൂബ്രിക് ക്ലിയർലി ഡിഫൈൻസ് ക്രൈറ്റീരിയ ആൻഡ് പെർഫോമൻസ് ലെവൽസ്, മിനിമൈസിംഗ് ദ എക്സാമിനർ ബയസ്. വിച്ച് ക്വാളിറ്റി ഈസ് മോസ്റ്റ് എൻഹാൻസ്? എന്താണ് അവിടെ ബയസ് കുറയ്ക്കണമെങ്കിൽ? ഒബ്ജക്ടിവിറ്റി അല്ലെ. ഓപ്ഷൻ സി ആണ് ഒബ്ജക്ടിവിറ്റി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമ്മൾ കൃത്യമായിട്ടുള്ള കീ വേർഡ്സ് നമുക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് പോകാൻ കഴിയും അല്ലെ. Nursing school fails to maintain required teacher-student ratio, leading to compromised clinical supervision. Which guideline is most directly violated? എന്താണ്? യെസ്, ഇവിടെ എന്താണ്? യെസ്, ഓപ്ഷൻ ഡി ആണല്ലേ, ടീച്ചേഴ്സിന്റെ അഭാവമാണ്. അപ്പം റെഗുലേറ്ററി സ്റ്റാഫിംഗ് നോംസ് ആണ് ഇവിടെ വയലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് നോക്കിയാൽ മാസീവ് ഇൻട്രാവസേഷൻ ഓഫ് ബ്ലഡ് ഇൻറ്റു യൂട്രൈൻ മസ്കുലേച്ചർ ഇൻ സിവിയർ കൺസീൽഡ് പ്ലാസന്റൽ അബ്രപ്ഷൻ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റിവിഷനിൽ ഇത് വളരെയധികം സ്ട്രെസ് ചെയ്ത് പറഞ്ഞ കാര്യമാണ്. എന്താണ്? ഓപ്ഷൻ എ കോവിലിയർ യൂട്രസ് അല്ലേ. ഓപ്ഷൻ എ കോവിലിയർ യൂട്രസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ നെക്സ്റ്റ് PUQE സ്കോർ അല്ലെ. PUQE സ്കോറിംഗ് ഈസ് യൂസ് ടു അസസ് ഓർ ഐഡന്റിഫൈ. എന്താണ്? ഇവിടെ വോമിറ്റിംഗ് ഇൻ പ്രഗ്നൻസി അല്ലെ. വോമിറ്റിംഗ് ഇൻ പ്രഗ്നൻസിയിലാണ് PUQE സ്കോറിംഗ് നമ്മൾ യൂസ് ചെയ്യുക. വോമിറ്റിംഗ് ഇൻ പ്രഗ്നൻസി ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ബെസ്റ്റ് ടൈം ഫോർ പുട്ടിംഗ് ആൻഡ് എപ്പിസിയോട്ടമി ഇൻ അസിസ്റ്റഡ് ബ്രീച്ച് ഡെലിവറി അല്ലെ. അസിസ്റ്റഡ് ബ്രീച്ച് ഡെലിവറിയിൽ നമ്മൾ എപ്പിസിയോട്ടമി ഇടാനായിട്ടുള്ള ബെസ്റ്റ് ടൈം ഏതാണ്? ഓപ്ഷൻ ബി ക്ലൈംബിംഗ് അറ്റ് ദ പെരിനിയം അല്ലെ. ഓപ്ഷൻ ബി ക്ലൈംബിംഗ് അറ്റ് ദ പെരിനിയം ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is the correct parameter of the modified fetal biophysical profile അല്ലേ. ഇത് കൃത്യമായിട്ട് പല പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന് പറഞ്ഞ് തന്നെ പഠിപ്പിച്ച കാര്യമാണ്. ബയോഫിസിക്കൽ പ്രൊഫൈലിൽ വരുന്ന എന്താ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് അല്ലെ. NST വരുന്നുണ്ട്, ഫീറ്റൽ ബ്രീത്തിങ്, ഫീറ്റൽ മൂവ്മെന്റ്, ഫീറ്റൽ മസിൽ ടോൺ, പിന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഒക്കെ വരുന്നുണ്ട്. മോഡിഫൈഡ് ബയോഫിസിക്കൽ പ്രൊഫൈൽ അല്ലെ. പിന്നെ ഇത് നമ്മുടെ എന്താ മെനോസ് അല്ലെ. മെനോസ് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു അല്ലെ. എന്താണ്? ഒബ്സ്റ്ററ്റിക് ടെക്നിക്,
യൂസ്ഡ് ഡ്യൂറിങ് ബ്രീച്ച് എന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ്. ബ്രീച്ച് ഡെലിവറി ടു ഡെലിവർ ദ ബേബീസ് ലൈക്ക് വെൻ ദേ ആർ എക്സ്റ്റെൻഡഡ് അല്ലെ. എന്താണ്? പിനാഡ് മെനൂർ അല്ലെ. ഓപ്ഷൻ എ ആണ് പിനാഡ് മെനൂർ ആണ് ഇവിടെ കറക്റ്റ്. പിനാഡ് മെനൂർ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ നോക്കിയാൽ ലോ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻ ഇസ് പ്രിഫേർഡ് ഓവർ വാർഫാറിൻ ഇൻ ഒബ്സ്റ്റട്രിക് കണ്ടീഷൻസ് ഡ്യൂ ടു ഫോളോയിങ് റീസൺസ് എക്സെപ്റ്റ് അല്ലെ. എന്തുകൊണ്ടാണ്? എന്താ അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ കിട്ടത്തുള്ളേ. നോക്കി ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മൾ ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ ആണ് വാർഫാറിനെക്കാളും നമ്മൾ പ്രിഫർ ചെയ്യുക ഇൻ ഒബ്സ്റ്റട്രിക് കണ്ടീഷൻസ് ഡ്യൂ ടു ഫോളോയിങ് റീസൺസ് എക്സെപ്റ്റ് അല്ലേ. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എങ്ങനെ വായിക്കുന്നത്? അപ്പോ ലോ മോളിക്കുലർ വെയിറ്റ് ഈസ് നോട്ട് പ്രിഫേർഡ് ഓവർ വാർഫാറിൻ അങ്ങനെ വായിക്കും കേട്ടോ. ഈസ് എന്താ നോട്ട് പ്രിഫേർഡ് കേട്ടോ. നോട്ട് കേട്ടോ. അതായത് ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ ആണ് നമ്മൾ യൂഷ്വലി എപ്പോഴും യൂസ് ചെയ്യുക. പക്ഷേ ഈസ് നോട്ട് പ്രിഫേർഡ് ഓവർ വാർഫാരിൻ ഇൻ ഒബ്സ്റ്റട്രിക് കണ്ടീഷൻസ് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ്. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പൊ ഈ എക്സെപ്റ്റ് ഒന്നും ചെയ്തില്ല. ഈ എക്സെപ്റ്റ് ഞാൻ ഇവിടെ മാറ്റിയിട്ട് നോട്ടാക്കി. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. എന്താണ്? റെഡ്യൂസ്ഡ് റിസ്ക് ഓഫ് മെക്കാനിക്കൽ ഹാർട്ട് വാൽവ് ത്രോംബോസിസ്. അതായത് നോക്കിക്കേ, ഈ ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ മെക്കാനിക്കൽ, അതായത് അമ്മയ്ക്ക് മെക്കാനിക്കൽ ഹാർട്ട് വാൽവ് ഉണ്ടെങ്കിൽ അത് ത്രോംബസ് ഉണ്ടാകുന്ന റിസ്ക് ഇത് കുറയ്ക്കുന്നില്ല. ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വാർഫാൻ തന്നെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അല്ലെങ്കിൽ സ്പെഷ്യൽ ഒബ്സ്റ്റട്രിക് കണ്ടീഷൻസിൽ വരുന്നതാണ് ഇത് കേട്ടോ. അപ്പം ഇവിടെ ആ ക്വസ്റ്റ്യൻ ആ രീതിയിൽ നമ്മളൊന്ന് തിരിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ആൻസറിലേക്ക് പോകാൻ പറ്റും. നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെയുള്ള പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. പിന്നെ നോക്കിയാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീഥൈൽ ഡോപ്പ ഈസ് അവോയ്ഡഡ് ഫോർ പോസ്റ്റ് പാർട്ടം ഹൈപ്പർ ടെൻഷൻ മാനേജ്മെന്റ് ആസിഡ് മേ അല്ലെ. എന്തുകൊണ്ടാണ് മീഥൈൽ ഡോപ്പ നമ്മൾ PPH അല്ലെ പോസ്റ്റ് പാർട്ടം ഹൈപ്പർ ടെൻഷൻ മാനേജ്മെന്റ് നമ്മൾ യൂസ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് മീഥൈൽ ഡോപ്പ അല്ലെ? അത് യൂഷ്വലി നോക്കിയാൽ ഈ പറയുന്ന പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, യൂഷ്വലി പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഒക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷന്റെ സാധ്യത അല്ലെങ്കിൽ റിസ്ക് കൂട്ടുന്നു. അതുകൊണ്ടാണ് നമ്മൾ പോസ്റ്റ് പാർട്ടം ഹൈപ്പർ ടെൻഷൻ മാനേജ്മെന്റിൽ മീഥൈൽ ഡോപ്പ നമ്മൾ കൊടുക്കാത്തത്. നെക്സ്റ്റ്, പാം കോയിൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇസ് യൂസ് ടു ഐഡന്റിഫൈ ദ കോസസ് ഓഫ്. എന്തിനാണ്? യെസ്, അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് അല്ലേ. ഓപ്ഷൻ സി ആണ്, അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഡയഗ്നോസിസ് പ്രൊസീജിയർ യൂസ് ടു എക്സാമിൻ ദ സെർവിക്സ്, വജൈന ആൻഡ് വൾവ ഫോർ അബ്നോർമൽ സെൽ യൂസിങ് മാഗ്നിഫൈങ് ഇൻസ്ട്രുമെന്റ്. എന്താണ്? ഓപ്ഷൻ ബി ആണ്, കോൾപോസ്കോപ്പി അല്ലേ. കോൾപോസ്കോപ്പി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. കോൾപോസ്കോപ്പി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് നോക്കിയാൽ ഓസൈറ്റ് ക്രയോ പ്രിസർവേഷൻസ് അല്ലെ. എന്താണ് ഓസൈറ്റ് ക്രയോ പ്രിസർവേഷൻ? എന്താണ് നമ്മൾ ഓവം അല്ലെ, ഓവത്തിന് നമ്മൾ ഫ്രീസ് ചെയ്യുന്നു അല്ലെ. നോക്കിയാൽ ഫ്രീസിങ് ദ ഹ്യൂമൻ എഗ് ഫോർ ഫ്യൂച്ചർ പ്രഗ്നൻസി ആണ് നമ്മൾ ഓസൈറ്റ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുക. പിന്നെ നോക്കിയാൽ നെക്സ്റ്റ്, കണ്ടിന്യൂസ് മ്യൂസിക്കൽ സൗണ്ട് predominantly expiratory nature due to lower airway obstruction in children is termed as. എന്താണ്? മ്യൂസിക്കൽ സൗണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ വീസ് വരും അല്ലെ. അതുകൂടാതെ വേറെ ഒരു ഹിന്റ് പറയുന്നുണ്ട്, പ്രിഡോമിനന്റ്ലി എക്സ്പിറേറ്ററി ആണ് അല്ലെ. അപ്പൊ എന്താണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ, വീസിങ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ നോക്കിയാൽ ദ ക്യാരക്ടറിസ്റ്റിക് റേഡിയോഗ്രാഫിക് ഫൈൻഡിങ് ഇൻ സ്റ്റഫൈലോകോക്കൽ ന്യൂമോണിയ ഇൻ ചിൽഡ്രൻ അല്ലെ. നോക്കിയാൽ സ്റ്റഫൈലോകോക്കൽ ന്യൂമോണിയ ചിൽഡ്രനിലുള്ളവരിലെ റേഡിയോഗ്രാഫിക് ഫൈൻഡിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന എന്താണ്? യെസ്, ന്യൂമാറ്റോസിൽ അല്ലെ. ന്യൂമാറ്റോസിലാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇവിടെ നോക്കിയാൽ സ്റ്റേജിംഗ് ക്രൈറ്റീരിയ ഇൻ ദ മാനേജ്മെന്റ് ഓഫ് NEC, നെക്രോട്ടൈസിങ് എൻട്രോകൊളൈറ്റിസ് ഇൻ നിയോനേറ്റ്സ് അല്ലെ. എന്താണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ബെൽസ് ക്രൈറ്റീരിയ ആണ്. ഇത് സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്താം കേട്ടോ. മേ ബി നമുക്ക് ഒരു ചെറിയ ഡൗട്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്കറിയാം ജോൺസ് ക്രൈറ്റീരിയ അല്ല, നമ്മുടെ റൊമാറ്റിക് ഹാർട്ട് ഡിസീസിന് പറയുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ ക്രാമേഴ്സ് ക്രൈറ്റീരിയ നമ്മൾ യൂഷ്വലി ജോണ്ടിസിനും ഒക്കെ പറയുന്നതാണ്. അപ്പം വോൾസ് ക്രൈറ്റീരിയ നമ്മൾ ഇൻട്രാവെൻട്രിക്കുലർ ഹെമറേജിനൊക്കെ പറയുന്നതാണ്. അപ്പം കൃത്യമായിട്ട് നമുക്ക് അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ഇൻ എംബ്രിയോളജിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ഇന്റേണൽ ജെനിറ്റാലിയ AMH ഈസ് റെസ്പോൺസിബിൾ ഫോർ. എന്താണ്? ആന്റി മുള്ളേറിൻ ഹോർമോൺ ആണ് AMH എന്ന് പറയുക. അപ്പൊ എംബ്രിയോളജി ഡെവലപ്മെന്റിൽ ഈ പറഞ്ഞ AMH എന്തിനാണ് റെസ്പോൺസിബിൾ ആയിട്ട് വരിക? എന്താ? റിഗ്രഷൻ ഓഫ് ദ മിള്ളേറിയൻ ഡക്ട് അല്ലെ. ഓപ്ഷൻ എ, റിഗ്രഷൻ ഓഫ് ദ മിള്ളേറിയൻ ഡക്ട് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ അക്കോർഡിംഗ് ടു ഗ്രോസ്ഫെൽഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ജെജിനോ ഇലിയൽ അട്രീസിയ, ദ ആപ്പിൾ പീൽ ഓർ ക്രിസ്മസ് ട്രീ അപ്പിയറൻസ് ഈസ് സീൻ ഇൻ അല്ലെ. എപ്പോഴാണ് ഈ പറയുന്ന ക്രിസ്മസ് ട്രീ അപ്പിയറൻസ് കാണുക? ദാറ്റ് ഈസ് ടൈപ്പ് 3B അല്ലെ. ടൈപ്പ് 3Bയിലാണ് ക്രിസ്മസ് ട്രീ അപ്പിയറൻസ് നമുക്ക് കാണാൻ കഴിയുക. പിന്നെ നെക്സ്റ്റ്, നോർമൽ സാക്രൽ റേഷ്യോ ദാറ്റ് അലൗസ് ഫോർ ഒബ്ജക്റ്റീവ് ഇവാലുവേഷൻ ഓഫ് ദ സാക്രം ഇൻ ചിൽഡ്രൻ ആൻഡ് വിച്ച് ഫോംസ് the basis for determining associated sacral defects in anorectal malformation ആണ് ഓപ്ഷൻ എ 0.77 അല്ലെ. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ നോക്കിയാൽ ഇൻ എട്രിയൽ ഹൈപ്പർട്രോഫി ടോൾ P waves indicating right atrial hypertension right atrial hypertrophy is termed as. എന്താണ്? ഓപ്ഷൻ ബി P pulmonale അല്ലെ. ഓപ്ഷൻ ബി P pulmonale ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക.
ഓക്കെ, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് കേട്ടോ. പിന്നെ നോക്കിയാൽ ഇൻ ടോഫ് അല്ലെ, ടോഫ് ദ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഷൻ ഡ്യൂറിംഗ് VSD ഈസ് പ്രൈമർലി ഡിറ്റർമിൻഡ് ബൈ എന്തുകൊണ്ടാണ് RVUT അല്ലെ, RVOT, അതായത് റൈറ്റ് വെൻട്രിക്കുലർ ഔട്ട്ലെറ്റ് ട്രാക്ട് ഒബ്സ്ട്രക്ഷൻ കാരണമാണ് ഉണ്ടാകുന്നത്. പിന്നെ നോക്കിയാൽ 59th ക്വസ്റ്റ്യൻ ഇൻ സിഡനാംസ് കൊറിയ ദ സിവിയറിറ്റി ഓഫ് കോറിക് മൂവ്മെന്റ് is dependent on എന്താണ് ഓപ്ഷൻ സി ആണല്ലേ, ആന്റി ന്യൂറോണൽ ആന്റിബോഡീസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ നോക്കിയാൽ ദ പ്യൂപ്പിൾ റിയാക്ഷൻ ഹൈപ്പോക്സിക് ഇസ്കീമിക് എൻകഫലോപ്പതി ഇൻ സാർനറ്റ് സ്റ്റേജ് 2 ക്ലാസിഫിക്കേഷൻ എന്താണ് ഓപ്ഷൻ ബി മയോസിസ് അല്ലെ, ഓപ്ഷൻ ബി മയോസിസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, മിസ്റ്റർ എ റീസെന്റ് ലോസ്റ്റ് ഹിസ് മദർ അല്ലെ, ദ നഴ്സ് ഈസ് അസസിംഗ് ഹിസ് ഇമോഷണൽ റെസ്പോൺസ് ടു ഗ്രീഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ബൈ മിസ്റ്റർ എ വുഡ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഹി ഈസ് ഇൻ ദ ആങ്കർ സ്റ്റേജ് ഓഫ് ഗ്രീഫ് അല്ലെ. നോക്കിയാൽ ഡാബ്ഡ അല്ലെ, ഡാബ്ഡ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. എന്താ ഓപ്ഷൻ ബി വൈ ദിസ് ഹാപ്പൻ ടു മീ, ഇറ്റ്സ് സോ അൺഫെയർ, ഗോഡ് ഹാസ് ബീൻ ക്രൂവൽ ടു മീ അല്ലെ, ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ നോക്കിയാൽ ഇത് സൈക്യാട്രി ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ് ഇത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് അറ്റിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ് ആർ ട്രൂ, ഇതാണ് ദർ പൊട്ടൻറ്റ് സെറട്ടോണിൻ സെറട്ടോണിൻ ആന്റഗോണിസ്റ്റ് അല്ലെ, അത് ട്രൂ ആണ് അല്ലെ, ഓപ്ഷൻ എ 1 കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഓപ്ഷൻ 3 അല്ലെ, അതും കറക്റ്റ് ആണ്. ദേ ആർ മോർ ഇഫക്റ്റീവ് ട്രീറ്റിംഗ് നെഗറ്റീവ് സിംറ്റംസ് ഓഫ് സ്കിസോഫ്രീനിയ. അപ്പം ഇവിടെ ഓപ്ഷൻ സി ആണ് 1 and 3 അല്ലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. പിന്നെ നോക്കിയാൽ നെക്സ്റ്റ് ദ നഴ്സ് ഈസ് ടോക്കിംഗ് ടു എ പേഷ്യന്റ് experiencing delusion of persecution and responds by saying I find it hard to believe or accept what you are saying. Which therapeutic communication technique the nurse is using എന്താണ്? യെസ്, ഇവിടെ ഓപ്ഷൻ ബി വോയിസിംഗ് ഡൗട്ട് അല്ലെ, വോയിസിംഗ് ഡൗട്ട് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ നെക്സ്റ്റ് മിസ്റ്റർ കെ അറ്റൻഡ്സ് ആൻ ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പ് ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് meets Mr. B, who has been abstinent from alcohol for the past 3 years. This interaction makes Mr. K think that he too can stop drinking. Which therapeutic factor of group therapy is illustrated in this scenario? എന്താണ്? Yes, option C, ഇൻസ്റ്റലേഷൻ ഓഫ് ഹോപ്പ് അല്ലെ, ഇൻസ്റ്റലേഷൻ. അത് കൃത്യമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു ലോജിക് യൂസ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടുന്ന കാര്യമാണ് അല്ലേ. പിന്നെ നോക്കിയാൽ വെൽ പ്ലാനിങ് സബ്സ്റ്റിറ്റ്യൂഷൻ തെറാപ്പി ഫോർ എ പേഷ്യന്റ് വിത്ത് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് സിൻഡ്രോം ദ നഴ്സ് നോട്ട്സ് ദാറ്റ് പേഷ്യന്റ് ഹാസ് ഡീറേഞ്ച്ഡ് LFT വാല്യൂസ്. വിച്ച് ദ ഫോളോയിങ് വുഡ് ബി ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ ദിസ് പേഷ്യന്റ്. ഇവിടെ പേഷ്യന്റ് LFT ഓൾട്ടേർഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷോർട്ട് ആക്ടിങ് ആയിട്ട് ആന്റി ആങ്സൈറ്റി ഡ്രഗ്സ് ആണ് നമ്മൾ ഇവിടെ ഈ ഒരു സിനാരിയോയിൽ നമ്മൾ പ്രിഫർ ചെയ്യുക. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലസ്റ്റേഴ്സ് ഓഫ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് മോസ്റ്റ് ആക്യുറേറ്റ്ലി സപ്പോർട്ട് ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഒപ്പിയോയിഡ് വിഡ്രോവൽ സിൻഡ്രോം. നമ്മൾ ലാസ്റ്റ് റാപ്പിഡ് റിവിഷനിലൊക്കെ പറഞ്ഞ കാര്യമാണിത്. എന്താണ്? ലാക്രിമേഷൻ, റൈനോറിയ, ഫ്രീക്വന്റ് യോണിംഗ്, അബ്ഡോമിനൽ ക്രാംസ്, ഇൻക്രീസ്ഡ് ബവൽ മൂവ്മെന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ടാകാറുണ്ട്. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് നഴ്സിംഗ് ഇന്റർവെൻഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി റിഫ്ലക്ട് പ്രൈമറി പ്രിവെൻഷൻ അല്ലെ, കമ്മ്യൂണിറ്റിയിൽ പ്രൈമറി പ്രിവെൻഷൻ പറയുന്നത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഓപ്ഷൻ എ ആണല്ലേ, അതായത് പ്രൊവൈഡിംഗ് സ്ട്രെസ് മാനേജ്മെന്റ് സെഷൻ ഫോർ ഹൈസ്കൂൾ സ്റ്റുഡൻസ് പ്രയോർ ടു എക്സാമിനേഷൻ ആൻഡ് സെക്കൻഡ് കണ്ടക്ടിംഗ് അവയർനെസ് പ്രോഗ്രാം ഓൺ സബ്സ്റ്റൻസ് അബ്യൂസ് പ്രിവെൻഷൻ എമംഗ് അഡോളസൻസ് അല്ലെ. ഈ പ്രിവെൻഷനൊക്കെ നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞു തന്നെ പഠിച്ച കാര്യങ്ങളാണ്. പിന്നെ നെക്സ്റ്റ് വൈൽ അസസിംഗ് സെറിബെല്ലാർ ഫംഗ്ഷൻ nurse asks the patient to stand with feet together, eyes closed and arms at the sides അല്ലെ. The patient is unable to maintain balance for 10 seconds. What does this finding indicate? എന്താണ്? അത് ഒരു പോസിറ്റീവ് റോംബർഗ് ടെസ്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അല്ലേ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് ഇത് നമ്മൾ ക്ലാസ്സിൽ പല പ്രാവശ്യം പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ക്വിക്ക് റിവിഷൻ എക്സാമിന് തലേ ദിവസമുള്ള ക്വിക്ക് റിവിഷനിൽ ഇതേ ക്വസ്റ്റൻ ഇതേപടി തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്താൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കീ പ്രൊവിഷൻസ് ഓഫ് ദ മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് ഓഫ് 2017 അല്ലെ. എന്താണ്? ഡീക്രിമിനലൈസേഷൻ ഓഫ് സൂയിസൈഡ്, പ്രൊവിഷൻ ഓഫ് അഡ്വാൻസ് ഡയറക്റ്റീവ്, അതുകൂടാതെ അപ്പോയിന്റ്മെന്റ് ഓഫ് എ നോമിനേറ്റഡ് representative for decision making അല്ലെ. നെക്സ്റ്റ് മിസ്റ്റർ ജെ is going through a stressful situation and chooses to use progressive muscle relaxation to reduce his stress. What type of coping strategy is he demonstrating? എന്താണ് ഇവിടെ? ഓപ്ഷൻ ബി ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിംഗ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് സെക്കൻഡറി പ്രിവെൻഷൻ അല്ലെ. സെക്കൻഡറി പ്രിവെൻഷൻ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് എന്താണ്? യെസ്, നഴ്സ് കണ്ടക്ടിങ് ബ്ലഡ് പ്രഷർ സ്ക്രീനിങ് ക്യാമ്പ് അല്ലെ. നോക്കിയാൽ നമ്മൾ സ്ക്രീനിങ് ഒക്കെ സെക്കൻഡറി ലെവൽ ഓഫ് പ്രിവെൻഷനിൽ വരും എന്ന് തന്നെ നമ്മൾ പറഞ്ഞു പഠിച്ചാണ്. നോക്കിയാൽ പ്രിവെൻഷനിൽ നിന്ന് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ 2 ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. പിന്നെ ഇത് വേറൊരു ക്വസ്റ്റൻ ആണ്, നമ്മൾ എപ്പോഴും പറഞ്ഞു അല്ലെ, കോഡൊക്കെ വെച്ച് നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. Nurse is conducting a breast cancer screening camp using mammography. The test is designed to detect almost all women who truly have the disease അല്ലെ. അതായത് ട്രൂ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കേസിനെ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ അതെന്താണ്?
ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ടെസ്റ്റ് റെഫേഴ്സ് ടു പോസിറ്റീവിനെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് നമ്മൾ സെൻസിറ്റിവിറ്റി അല്ലേ, ഓപ്ഷൻ ബി സെൻസിറ്റിവിറ്റി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അതേപടി നമ്മൾ പഠിച്ച കാര്യമാണിത്. അടുത്ത പ്രൈമറി എയിം ഓഫ് ആയുഷ്മാൻ ഭാരത് അല്ലെ, ആയുഷ്മാൻ ഭാരതിന്റെ പ്രൈമറി എയിം എന്താണ് എന്നുള്ളതാണ്. എന്താണ്? റെഡ്യൂസസ് ദ കാറ്റസ്ട്രോഫിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ആൻഡ് ഇംപ്രൂവ്സ് ദ ആക്സസ് അല്ലെ, അതായത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. പിന്നെ നോക്കിയാൽ 18-month-old child was brought to the immunization clinic. Which the following vaccines and supplements should a child receive as per national immunization schedule of India? അല്ലെ, ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. അതായത് DPT, വൈറ്റമിൻ എ കൊടുക്കും, ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കും, MR, പിന്നെ എൻഡമിക് ഏരിയാസിൽ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? JE വാക്സിനും കൊടുക്കുന്നുണ്ട് അല്ലെ. ഇത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ ഇൻ കണ്ടസ്റ്റ് ഓഫ് എമർജിംഗ് ഡിസീസസ് വാട്ട് ഡസ് സ്പിൽ ഓവർ റെഫേഴ്സ് ടു അല്ലെ. ഈ എമർജിംഗ് ഡിസീസിൽ സ്പിൽ ഓവർ എന്ന് പറയും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ദാറ്റ് ഈസ് ട്രാൻസ്മിഷൻ ഓഫ് എ ഡിസീസ് ഫ്രം ആനിമൽസ് ടു ഹ്യൂമൻ അല്ലെ, അതിനാണ് നമ്മൾ സ്പിൽ ഓവർ എന്ന് പറയുക. പിന്നെ നെക്സ്റ്റ് ഡ്യൂറിംഗ് എ സാനിറ്ററി ഇൻസ്പെക്ഷൻ ഓഫ് എ റാപ്പിഡ് സാൻഡ് ഫിൽട്രേഷൻ പ്ലാന്റ് ഡിക്രീസ് ഇൻ ഫിൽട്രേഷൻ റേറ്റ് വാസ് ഒബ്സർവ്ഡ് ഡ്യൂ ടു ലോസ് ഓഫ് ഹെഡ്. Which method will you suggest to give head to water in such a situation? അല്ലെ, ഇവിടെ നോക്കി ലോസ് ഓഫ് ഹെഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഹെഡ് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? യെസ്, ബാക്ക് വാഷിംഗ് ഓഫ് ദ സാൻഡ് ബെഡ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ നോക്കി നെക്സ്റ്റ് ഡ്യൂറിംഗ് എ ഹോം വിസിറ്റ് യു ഹാവ് കം അക്രോസ് എ പേഷ്യന്റ് വിത്ത് പാച്ച് ഓൺ സ്കിൻ വിച്ച് ഇസ് ലൈറ്റർ ഇൻ കളർ ദാൻ ദ സറൗണ്ടിങ് സ്കിൻ ആൻഡ് യു കീപ് ദ tip of your pen on it. You find the patient has no sensation in it. What problem do you suspect for this patient? വളരെ സിമ്പിൾ ആണല്ലേ, ഇവിടെ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ഓപ്ഷൻ ബി ആണ് ലെപ്രസി അല്ലേ, ലെപ്രസി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇത് ചെറിയൊരു ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതായത് നമുക്ക് ചാലഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ 6-month-old child presenting with symptoms of cough, cold, respiratory rate more than 40 per minute and no chest in drawing. Under which classification of acute respiratory disease will this child fall as per IMNCA program? അപ്പം നമ്മുടെ ആൻസർക്ക് അനുസരിച്ചിട്ട് ഓപ്ഷൻ ബി ആണ് നമുക്ക് ചാലഞ്ച് ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇത് പറഞ്ഞുതരാവേ. നെക്സ്റ്റ് നോക്കിയാൽ വാട്ട് ഡസ് വൺ ഹെൽത്ത് കോൺസെപ്റ്റ് പ്രൈമർലി എംഫസൈസ് അല്ലെ. വൺ ഹെൽത്ത് കോൺസെപ്റ്റ് എന്താണ്? ഓപ്ഷൻ ബി ആണ് ലിങ്കിങ് ആനിമൽ, ഹ്യൂമൻ ആൻഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് മെഷറിംഗ് ദ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് അല്ലെ. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ വരാത്തതാണ് യെസ് ഓപ്ഷൻ ഡി ആണ്. ചൈൽഡ് മോർബിഡിറ്റി ആണ് വരാത്തത്, പക്ഷേ ചൈൽഡ് മോർട്ടാലിറ്റി അവിടെ വരും അല്ലെ. ഇവിടെ ഓപ്ഷൻ ഡി ചൈൽഡ് മോർബിഡിറ്റി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഫീച്ചർ ഓഫ് ഡയറക്റ്റിംഗ് അല്ലെ. ഡയറക്റ്റിംഗിന്റെ ഫീച്ചർ അല്ലാത്ത എന്താണ്? യെസ് ഓപ്ഷൻ ഡി എൻഷുവേഴ്സ് ഡിസിപ്ലിൻ അല്ലെ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ദ പ്രിഡോമിനന്റ് ആക്ടിവിറ്റി ഇൻ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഇൻവോൾവ്സ് അല്ലെ. സ്ട്രാറ്റജിക് പ്ലാനിംഗിൽ പ്രിഡോമിനന്റ്ലി ആയിട്ട് വരുന്ന ആക്ടിവിറ്റി എന്താണ്? യെസ് SWOT അനാലിസിസ് അല്ലെ. സ്ട്രെങ്ത്, വീക്ക്നസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ് അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സ്പെസിഫിക്കേഷൻ പ്രിസ്ക്രൈബിംഗ് ദ ടൈം കോൺസിക്വൻസസ് ഓഫ് വർക്ക് ടു ബി ഡൺ? എന്താണ്? യെസ് ഓപ്ഷൻ സി ആണ് പ്രൊസീജിയർ അല്ലെ. പ്രൊസീജിയർ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ നോക്കിയാൽ നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ആർ ഇൻവോൾവ് ഇൻ ഫോർമേറ്റീവ് റോൾ ഓഫ് സൂപ്പർവിഷൻ അല്ലെ. ഫോർമേറ്റീവ് റോൾ ഓഫ് സൂപ്പർവിഷനിൽ വരുന്ന ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? യെസ് ഓർഗനൈസിംഗ്, ഓറിയന്റേഷൻ, പ്രോഗ്രാം ഫോർ സ്റ്റാഫ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ നോക്കിയാൽ ഇവിടെ ചെറിയൊരു ഡൗട്ട് ഉണ്ടാകുന്ന ക്വസ്റ്റൻ ആണ്. നോക്കിയാൽ at which stage in the Tuckman model does group attaining a feel of cohesiveness, well organized and work independently അല്ലേ. അപ്പോൾ വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി വരുന്നത് കൊണ്ട് നമുക്ക് ഈ പറയുന്ന പെർഫോമിംഗിലേക്ക് പോകാം. പക്ഷെ നോക്കിയാൽ കൊഹസീവ്നെസ് ശരിക്കും അവിടെ നോമി അപ്പോൾ ആ രീതിയിലാണ് വരിക. ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇത് കേട്ടോ. അപ്പം ആൻസർക്ക് എനിവേ ഓപ്ഷൻ പെർഫോമിംഗ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ നോക്കിയാൽ വിച്ച് ഓഫ് ദ ക്വാളിറ്റി evaluation system in healthcare focus on verification of professional competence and technical skill assessing individuals meet minimum professional standards? എന്താണ്? ഓപ്ഷൻ ബി ആണ് ക്രെഡൻഷ്യലിംഗ് അല്ലെ. ക്രെഡൻഷ്യലിംഗ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ നോക്കിയാൽ benchmarking that compares the practices not only with direct competitors in health market but also to compare the business performance with best performers to promote the innovative practices അല്ലെ. എന്താണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? അതെ ഇവിടെ ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഈസ് ഫങ്ഷണൽ ബെഞ്ച്മാർക്കിംഗ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ അറേഞ്ച് ദ സ്റ്റെപ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഇൻ കറക്റ്റ് ഓർഡർ അല്ലെ. കറക്റ്റ് ഓർഡറിൽ ഈ സ്റ്റെപ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഏതൊക്കെയാണ്? യെസ് പ്ലാനിംഗ് വരുന്നുണ്ട്. പിന്നെ അഡ്വർടൈസിംഗ് ആൻഡ് അട്രാക്ടിംഗ് ദ കാൻഡിഡേറ്റ്. പിന്നെ നോക്കിയാൽ സെർച്ചിങ് ആൻഡ് സ്ക്രീനിങ്. നെക്സ്റ്റ് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ അല്ലെ. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നോക്കിയാൽ ദ ഫസ്റ്റ് ആക്ടിവിറ്റി ഓഫ് പർച്ചേസ് സൈക്കിൾ അല്ലെ. പർച്ചേസ് സൈക്കിളിന്റെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? യെസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് നീഡ് അല്ലെ. ഐഡന്റിഫിക്കേഷൻ ഓഫ് നീഡ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയാൽ 90th ക്വസ്റ്റൻ എ ജോബ് ഡിസ്ക്രിപ്ഷൻ ഷുഡ് ഇൻക്ലൂഡ് ഓൾ ഓഫ് ദ ഫോളോയിങ് കമ്പോണൻസ് എക്സെപ്റ്റ് അല്ലേ. ഇവിടെ ആക്ച്വലി ഇവിടെ PSCയുടെ പ്രൊഫഷണൽ ആൻസറിൽ മിസ്റ്റേക്ക് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇത് ഇവിടെ തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ അതായത്
എക്സെപ്റ്റ് ചോദിക്കുന്നത് വരാത്ത ഇതാണ്. അപ്പം ഇവിടെ ജോബ് ടൈറ്റിലും വർക്കിംഗ് കണ്ടീഷൻസും ആണ് കറക്റ്റ് ആയിട്ട് കൊടുത്തിരുന്നത്. മിസ്റ്റേക്ക് ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യാം. നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ, ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. പിന്നെ നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് ഫോർ നഴ്സസ് അല്ലേ. ഓക്കെ, പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് ഓഫ് നഴ്സസ് എന്താണ്? അതായത് ഈ ഓപ്ഷൻ 3 അല്ലെ, സ്റ്റാൻഡർഡൈസ്ഡ് വേജസ്, പിന്നെ ഇംപ്രൂവ്ഡ് കോമ്പൻസേഷൻ ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. വിച്ച് മെത്തേഡ് ഇസ് യൂസ് ഫോർ കൺസ്ട്രക്ട് വാലിഡേഷൻ ഓഫ് എ ടൂൾ അല്ലെ. കൺസ്ട്രക്ട് വാലിഡേഷൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ്, ഫാക്ടർ അനാലിസിസ് അല്ലെ. ഫാക്ടർ അനാലിസിസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫൈനൽ ഇന്റഗ്രേറ്റീവ് സ്റ്റേജ് ഓഫ് ഗ്രൗണ്ടഡ് തിയറി വേർ ദ റിസർച്ചർ ഐഡന്റിഫൈസ് എ സിംഗിൾ കോർ കാറ്റഗറി ടു റെപ്രസെന്റ് ദ മെയിൻ ഫിനോമിനൻ അല്ലെ. ഇവിടെ ഓപ്ഷൻ ബി സെലക്ടീവ് കോഡിംഗ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ നോക്കിയാൽ വിച്ച് അമംഗ് ദ ഫോളോയിങ് സാമ്പിളിംഗ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഇൻ പ്രസൻസ് ഓഫ് ലീനിയർ ട്രെൻഡ് ഇൻ പോപ്പുലേഷൻ അല്ലെ. അത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണ്, ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ നോക്കിയാൽ നെക്സ്റ്റ് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് ദ മെത്തേഡ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ഇൻ വിച്ച് എംപ്ലോയീസ് ആർ ജഡ്ജ് ഇൻ ടേംസ് ഓഫ് കോസ്റ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ എംപ്ലോയീസ് ഇൻ ദ ഓർഗനൈസേഷൻ. എന്താണ് ഇവിടെ? ഓപ്ഷൻ ബി ആണ്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിംഗ് മെത്തേഡ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് സെലക്ടിംഗ് സ്പെസിഫിക് സ്റ്റിമുലൈ ഫ്രം എൻവയോൺമെന്റ് വൈൽ ഇഗ്നോറിംഗ് അതേഴ്സ് അല്ലെ. എന്താണ് ഇവിടെ? ഓപ്ഷൻ ഡി അറ്റൻഷൻ അല്ലെ. അറ്റൻഷൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് നോക്കിയാൽ വിച്ച് സൈക്കോമെട്രിക് അസസ്മെന്റ് ഈസ് സ്പെസിഫിക്കലി ഡിസൈൻഡ് ആസ് എ പ്രൊജക്റ്റീവ് ടെസ്റ്റ് ടു ഇവാലുവേറ്റ് ആൻ ഇൻഡിവിജ്വൽസ് അൺകോൺഷ്യസ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്. എന്താണ്? TAT അല്ലെ, തെമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ പറഞ്ഞ കാര്യമാണ്. ഇൻ ദ കണ്ടക്സ്റ്റ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് വേഴ്സസ് ഇന്റലിജൻസ് വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് മോസ്റ്റ് ആക്യുറേറ്റ് അല്ലെ. എന്താണ്? യെസ്, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് കപ്പാസിറ്റി ടു സക്സീഡ് ഇൻ എ പെർട്ടിക്കുലർ ഫീൽഡ്. നെക്സ്റ്റ് വൈൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ കപ്പാസിറ്റി ടു ആക്ട് പേർപ്പസ്ഫുള്ളി അല്ലെ. ഏതാണ്? ഇന്റലിജൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് കമ്പോണന്റ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ഇൻവോൾവ്സ് എബിലിറ്റി ടു ഡിലേ ഗ്രാറ്റിഫിക്കേഷൻ ആൻഡ് സ്റ്റിഫിൾ ദ ഇമ്പൾസസ് അല്ലെ. എന്താണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഇസ് സെൽഫ് റെഗുലേഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇൻ ഇന്ത്യ സ്പെസിഫിക്കലി യൂട്ടിലൈസസ് ദ അംഗൻവാടി വർക്ക് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ സോഷ്യൽ ഓർഗനൈസേഷൻ ആൻഡ് മെന്റൽ ഹൈജീൻ ഫോർ ചിൽഡ്രൻ. എന്താണ്? യെസ്, ICDS അല്ലെ. ഓപ്ഷൻ സി ICDS ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് പല പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണല്ലേ നമ്മൾ എന്ത് ചെയ്യാം ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എനിവേ അത് നമ്മൾ വലിയ എക്സെപ്ഷനലി വെല് ആയതുകൊണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ എക്സെപ്ഷനലി വെല് അത് ഡീല് ചെയ്തുകൊണ്ടാണല്ലേ. അതായത് ഇതിപ്പം നന്നായിട്ട് എഴുതിയ കുട്ടികളുണ്ടാവും, ഒരുപാട് പേര് ഒരുപാട് നല്ല മാർക്കൊക്കെ നേടിയ കുട്ടികൾ ഉണ്ടാകും. കാരണം അവർ മേ ബി നമ്മുടെ ആ ഒരു സ്ട്രാറ്റജീസ് അതേപടി തന്നെ ഫോളോ ചെയ്തത് കൊണ്ട് തന്നെ ആയിരിക്കാം കേട്ടോ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ കഴിഞ്ഞത്. എല്ലാവരെയും ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അതേസമയം കുറച്ച് കുട്ടികൾക്കെങ്കിലും മേ ബി ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടാകും. കാരണം മേ ബി നമ്മൾ എത്രത്തോളം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിലും മേ ബി ആ ഒരു ഡേ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നില്ല, ചെയ്യാൻ കഴിയണമെന്നില്ല. അല്ലെങ്കിൽ മേ ബി പ്രിപ്പറേഷൻസ് നമ്മൾ വിചാരിച്ച പോലെ പല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ നടക്കണം എന്നില്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് സപ്പോസ് ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ചാൻസ് നമുക്ക് മേ ബി ഈ പറയുന്ന ഒരു 3 years കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ഒരു എക്സാം ഇതുപോലെ തന്നെ ഉണ്ടാവും. സോ അതിന് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്ത് നമുക്ക് ഒരുപാട് പെയിൻ ഇല്ലാണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാനായിട്ട് കഴിയും. സോ അങ്ങനെയുള്ള സ്റ്റുഡൻസിന്റെ ഒരു എൻക്വയറി മാനിച്ചിട്ട് തന്നെയാണ് നമ്മളൊരു പുതിയ ബാച്ച് ലോങ് ടു ബാച്ച് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. സോ ദാറ്റ് എന്താണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണെന്ന് ചെയ്യാൻ നമ്മൾ പതിയെ അല്ലെ സ്ലോ ആയിട്ട് നമ്മൾ പഠിക്കുന്നു. നമുക്കൊരു ഒരു സ്ട്രെസ് ഇല്ലാണ്ട് അല്ലെ, ഒരു സ്ട്രെസ് ഇല്ലാണ്ട് നമുക്കൊരു ഹറിബറി ഇല്ലാതെ നമ്മൾ കൃത്യമായിട്ട് ഒരു സ്റ്റഡി ഹാബിറ്റ് തന്നെ നമ്മൾ ഫോം ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഉള്ള ഹയർ ലെവൽ എക്സാംസ് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പം അങ്ങനെ താല്പര്യമുള്ളത് ഉറപ്പായിട്ട് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഇതിൽ ഒരുപാട് കുട്ടികൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, ചിലർക്കൊക്കെ മേ ബി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എങ്കിലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതിൽ 1-2 ക്വസ്റ്റ്യൻസ് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കവർ ചെയ്ത് തരാം. എങ്ങനെയാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കവർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.